ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ അല്ലേ? ഹലോ. അതെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുവാണോ? ഏത് ഐ ഡി ചൂസ് ചെയ്തത്? കൊലാബ് ആണോ? ജുപ്പിറ്റർ നോട്ട്ബുക്ക് ആണോ യൂസ് ചെയ്യുന്നത്? കൊളാബ്. കൊലാബ് ആണ്. എല്ലാവരും കൊലാബ് ആണോ? എന്തായിരുന്നു? ഓക്കെ. ഞാൻ ജുപ്പിറ്റർ നോട്ട്ബുക്കിലാണ് അത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ സ്ക്രീൻ ഇപ്പോൾ ഷെയർ ചെയ്യാവേ. ഓക്കെ. സോ ഞാൻ കമാൻഡ് പ്രോംപ്റ്റിൽ CMD ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. കമാൻഡ് പ്രോംപ്റ്റിലാണ് ഫുള്ള്. CMD എന്ന് അടിച്ചാൽ നമുക്ക് കിട്ടും. CMD ഓപ്പൺ ചെയ്യുന്നുണ്ട്. ദെൻ CMDയിൽ ജുപ്പിറ്റർ നോട്ട്ബുക്കിന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുവാണ്. ഇന്നലെ ഇൻസ്റ്റാളേഷൻ കാണിച്ചു തന്നിരുന്നു. ജസ്റ്റ് വെയിറ്റ്, ആ ലിങ്ക് ഒന്ന് വരട്ടെ. എനിക്ക് ഓഫ്ലൈൻ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജുപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് വേണമെങ്കിൽ കൊളാബ് ചൂസ് ചെയ്താലും മതി, ഇഷ്യൂസ് ഇല്ല കേട്ടോ. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നംപൈ എന്ന് പറയുന്ന ലൈബ്രറിനെ കുറിച്ചാണ്. നംപൈ കേട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അല്ലെ, നംപൈ ഫെമിലിയർ അല്ലല്ലോ? കേട്ടിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ. സോ നമ്മൾ നംപൈൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നമ്മളൊരു ഫോൾഡർ, മൈ ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഇവിടെ അൺടൈറ്റിൽഡ് ഒരു ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫയലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് ഒന്ന് ലോഡ് ആവാൻ ഒരു ടൈം എടുക്കും. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് സെല്ല് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫയൽ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ ഈ ഫയൽ നെയിം ഫസ്റ്റ് ആക്കുവാണ്. ഫസ്റ്റ് വന്നിട്ട് റീനെയിം കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ഫയൽ നെയിം ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി കൊളാബാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കൊളാബ് സെർച്ച് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫയൽ ഓപ്പൺ സിവിൻ്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇതൊരു ഫയൽ ലോഡ് ചെയ്ത് വന്നത്. സോ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫയൽ ന്യൂ നോട്ട്ബുക്ക് കൊടുത്താൽ മതി. സോ ഒരു പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ആയിട്ട് അതിൽ നിങ്ങൾക്ക് ഈ സെയിം വേ ഞാനിപ്പോൾ കൊളാബിൽ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. കൊളാബിൽ ഞാൻ ജുപ്പിറ്ററിൽ യൂസ് ചെയ്താലും നിങ്ങൾക്ക് കൊളാബിൽ അത് ആ ഒരു കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ കുറച്ച് സ്റ്റെപ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? സോ അതിൽ ഡാറ്റ പ്രീ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിങ്ങിൽ നമുക്കൊരു ഡാറ്റേനെ കിട്ടുവാണെങ്കിൽ നമുക്ക് പല പ്രോസസ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. ഒരു സെറ്റ് ഓഫ് ഡാറ്റയാണ് നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞാൽ കളക്റ്റിംഗ് ആണ് പറഞ്ഞായിരുന്നു. നമുക്ക് പല സോഴ്സസ് നിന്ന് ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും. സോ ഞാൻ ഈ കൊളാബ് ഒന്ന് ക്ലോസ് ചെയ്യുവാണ് കേട്ടോ. ഞാൻ തൽക്കാലം എനിക്ക് ഓഫ്ലൈൻ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജുപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിൽ ഒരേപോലെ തന്നെയാണ്. സോ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡാറ്റേനെ കിട്ടി, ഒരു ബൾക്ക് ഓഫ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡാറ്റേനെ കളക്ട് ചെയ്യണം. കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് കിട്ടേണ്ട ആവശ്യമുള്ള ഡാറ്റാസിനെയൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ക്ലീനിങ് ആണ്. ക്ലീനിങ് മീൻസ് നമുക്ക് കിട്ടിയ ഡാറ്റ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, റോ ഡാറ്റ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. റോ ഡാറ്റ എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ബ്ലാങ്ക് ഫയൽസ് അല്ലെങ്കിൽ ബ്ലാങ്ക് സെൽസ് ഉണ്ടാവാം.
അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് മിസ്മാച്ചിങ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് കോളംസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാം. നമ്മളിപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്താൽ തന്നെയും ഒരാൾ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഫില്ല് ചെയ്യുന്ന കേസസ് വരാറുണ്ട്. സോ അങ്ങനെയുള്ള വാല്യൂസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്തെടുക്കണം. ദെൻ ട്രാൻസ്ഫോം ചെയ്യും ഡാറ്റേനെ. കുറച്ചും കൂടി ബെറ്റർ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡാറ്റേനെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും മിസ്സിങ് വാല്യൂസിനൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ദെൻ നമുക്കൊരു സ്ട്രക്ചർ ഫോമാറ്റിൽ നമുക്ക് നമ്മുടെ ഡാറ്റേനെ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ നമുക്ക് നമ്മുടെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഡാറ്റ കളക്ഷനിൽ വരുന്നതായിരുന്നു CSV ഫയല്, എക്സൽ ഫയല്, ഡാറ്റാ ബേസസോ അല്ലെങ്കിൽ ഏതെങ്കിലും APIs വരുന്ന ഡാറ്റ, ഏത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ നമുക്ക് ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് പൈത്തണിൽ തന്നെ നമുക്ക് 2 ലൈബ്രറീസ് ഉണ്ട്, NumPy, പാണ്ടാസ്. സോ അതിൽ ഫസ്റ്റ് വൺ NumPy വെച്ചിട്ടാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. NumPy എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പൈത്തൺ ആണ്. ജസ്റ്റ് ഇപ്പം നമ്മളൊരു സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ താഴെ സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. സോ ഈ ഒരു സെല്ലിനെ ഞാൻ ചെയ്യുവാണ് ടെക്സ്റ്റ് മാർക്ക് ഡൗൺ ആക്കുവാണ്. സോ ഇവിടെ ടെക്സ്റ്റ് ആക്കാൻ പറ്റും. നമുക്കിവിടെ കമൻറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. NumPyന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പൈത്തൺ എന്നാണ് കേട്ടോ. ന്യൂമറിക്കൽ പൈത്തൺ എന്നാണ് NumPyന്റെ ഫുൾ ഫോം വരുന്നത്. ഒരു പൈത്തൺ ലൈബ്രറി ആണ്. ദെൻ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനും അല്ലെങ്കിൽ ഒത്തിരി വലിയ അറേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അറേ കേട്ടിട്ടുണ്ടാവുമല്ലോ, അറേ കൺസെപ്റ്റ് കേട്ടിട്ടില്ലേ? അറേ കേട്ടിട്ടുണ്ട്. എന്താണ് അറേ? അറേ എന്താ കേട്ടിട്ടില്ല? അതായത് അറേ എന്ന് പറയുമ്പോഴേ സീക്വൻസ് ഓഫ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അറേ എന്ന് പറയുന്നത്. ഒരു ഡാറ്റ ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാം. സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ സെയിം ഡാറ്റ ടൈപ്പ് ഉള്ള വാല്യൂസ് ആയിരിക്കും നമ്മളൊരു സിംഗിൾ അറേയിൽ നമ്മൾ പാസ് ചെയ്യുന്നത്. ഇത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, ഇൻറ്റീജറോ സ്ട്രിങ്ങോ ഏത് ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ബട്ട് അറ്റ് എ ടൈം സിംഗിൾ ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരിക്കും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. മെയിൻലി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അതേപോലെ തന്നെ മെട്രിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NumPy യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് NumPyനെ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫയലിൻ്റെ പേര് ഫസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് NumPy ആക്കുവാണ് കേട്ടോ. അതായിരിക്കും ബെറ്റർ. ഓക്കെ, റീനെയിം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, NumPyനെ ഇമ്പോർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് പിപ്പ് എന്ന് പറയുന്ന പാക്കേജ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ പിപ്പ് ഇൻസ്റ്റാൾ NumPy കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോവും. ഈ സെല്ലിനെ റൺ ചെയ്യണം. സോ അതിന് ഷോർട്ട് ഫോം ആയിട്ട് ഐദർ ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ Shift+ എൻ്റർ അടിച്ചാൽ മതി. കൊളാബിലും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസം എന്ന് പറയാനില്ല. സോ ഇവിടെ ഒരു സ്റ്റാർ സിമ്പിൾ കണ്ടോ, കംപ്ലീറ്റ് പ്രോസസ്സിങ് കഴിയുമ്പോൾ സ്റ്റാർ മാറിയിട്ട് 0 ആയിരിക്കും. അങ്ങനെ കൗണ്ട് ചെയ്ത് വരും ഓരോ സെല്ലിലും നമ്മൾ പ്രോസസ്സിങ്ങിന് കൊടുക്കുമ്പോൾ. ഓക്കെ, റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്. ഞാൻ ഓൾറെഡി NumPy ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. സോ റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് കംപ്ലീറ്റഡ് എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് കേട്ടോ. സോ പിപ്പ് ഇൻസ്റ്റാൾ NumPy കൊടുത്തു കഴിഞ്ഞു. സോ ഞാനിതിന് മുമ്പായിട്ട് അത് ഞാൻ കമൻറ്റ് ചെയ്തിടുവാണ്. നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. NumPy നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് NumPy ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് NumPy ലിസ്റ്റ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറയുവാണെങ്കിൽ നമുക്ക് അറേയും ലിസ്റ്റ് തമ്മിലുള്ള കമ്പാരിസൺ പറയുന്ന പോലെ തന്നെ പറയാൻ പറ്റും. സോ ലിസ്റ്റ് ഡാറ്റ ടൈപ്പ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ലിസ്റ്റിലെ ഡാറ്റ വാല്യൂസ് അല്ലെങ്കിൽ ലിസ്റ്റിൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നിങ്ങൾ ലിങ്ക്ഡ് ലിസ്റ്റ് കൺസെപ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഡാറ്റ സ്ട്രക്ചറിൽ, കേട്ടിട്ടില്ലേ? ഹലോ, അതിന്റെ സ്റ്റോറേജ് എങ്ങനെയാ, ലിസ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാ ഡാറ്റാബേസിൽ? ഡേറ്റ സ്ട്രക്ചർ അല്ലേ? ആ,
എന്താണ് ലിസ്റ്റിൽ, എങ്ങനെയാണ് ഡാറ്റ, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? അറേ ആയിട്ടാണോ? അറേ ആയിട്ടാണോ? ലിസ്റ്റ് അറേ ആയിട്ടല്ല, ലിസ്റ്റ് വേറെ ഡാറ്റ ടൈപ്പ്, അറേ വേറെ ഡാറ്റ ടൈപ്പ്. സോ ഇത് രണ്ടിന്റെ സ്റ്റോറിങ് എങ്ങനെയാണെന്നാണ് വരുന്നത്. കേട്ടിട്ടില്ല? സോ നിങ്ങൾ അതിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, റെഫറൻസ്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്ത് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഇരിക്കുന്നത്. സോ അതിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കില്ല. ബട്ട് അറേൻ്റെ കേസിൽ വരുമ്പോൾ നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും അറേ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അറേനെ ആക്സസ് ചെയ്യാനൊക്കെ ലിസ്റ്റിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും. സിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ നമുക്ക് 2 ഐറ്റംസ് നമ്മൾ ഡാറ്റയും പാസ് ചെയ്യും, അതേപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് ലിസ്റ്റിലെ നെക്സ്റ്റ് ഐറ്റം ഏത് മെമ്മറി ലൊക്കേഷനിലാണെന്നുള്ള ആ ഒരു പാത്തും കൂടി നമ്മൾ പാസ് ചെയ്യും. സോ അതിലെന്തായിരിക്കും സംഭവിക്കുന്നത്? സോ ഫസ്റ്റത്തെ ഐറ്റം കിട്ടിയാലേ സെക്കൻഡ് ഐറ്റത്തിൻ്റെ മെമ്മറി ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയുള്ളൂ. അത് കഴിഞ്ഞ് ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐറ്റം കിട്ടിയാലേ അതിൻ്റെ മെമ്മറി ഇങ്ങനെ തപ്പി തപ്പി നടക്കണം. സോ അറേ ആകുമ്പോൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും വരുന്നത്. സോ അറേ എവിടെയാണോ ആ മെമ്മറിയിൽ നോക്കി കഴിഞ്ഞാലും ആ ഓർഡറിലുള്ള വാല്യൂസ് നമുക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ലിസ്റ്റും അറേയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും. അറേ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലാകുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ദെൻ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് ലീനിയർ ഓൾജിബ്ര ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് എന്താണ്, നംപൈനെ ഇമ്പോർട്ട് ചെയ്യുവാണ് ചെയ്തത്. ഇനി നംപൈനെ ഇൻസ്റ്റാൾ ചെയ്യുവാണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നംപൈനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ഇമ്പോർട്ട് നംപൈന് മാത്രം കൊടുത്താൽ നമ്മൾ നംപൈ യൂസ് ചെയ്യുന്നിടത്തൊക്കെ നംപൈ എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ നമുക്കതിന് ഷോർട്ട് ഫോം ആയിട്ട് നംപൈ എന്നുള്ള 5 ക്യാരക്ടർ കൊടുക്കുന്നതിന് പകരം 2 ക്യാരക്ടറിലേക്ക് നമുക്ക് കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അലിയാസ് എന്ന് പറയും. ആസ് എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് അലിയാസ് എന്ന് പറയും. സോ ഒരു അബ്രിവേഷൻ പോലെ നംപൈക്ക് പകരം NP യൂസ് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. സോ ഇമ്പോർട്ട് നംപൈ ആസ് NP കൊടുത്തിട്ടുണ്ട്. ഇനി നംപൈ യൂസ് ചെയ്യുന്നിടത്തൊക്കെ NP എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫോം നമുക്ക് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഇനി ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. സോ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിളിലാണ് അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ARR എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ NP ഡോട്ട് എന്ത് കൊടുക്കുക, അറേ കൊടുക്കുക, ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതൊരു അറേ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും എന്ത് കൊടുക്കണം, സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കണം. ദെൻ എന്ത് കൊടുക്കുക, നമ്മുടെ വാല്യൂസ് കൊടുക്കുക. 1, 2, 3 ഞാൻ ജസ്റ്റ് ഇൻറ്റീജർ അറേ ആണ് കൊടുക്കുന്നത്. ദെൻ എന്താണ്, നമുക്ക് അറേനെ പ്രിന്റ് ചെയ്യിക്കണം അല്ലേ. സോ എന്ത് കൊടുക്കുക, പ്രിന്റ് ബ്രാക്കറ്റിൽ ARR. ഓക്കെ, ജസ്റ്റ് ആ സെല്ലറിന് വർക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് തന്നെയാണ് വരുന്നത് അല്ലേ, നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. ഇത് 1 ഡയമെൻഷണൽ അറേയാണ്. സോ നമുക്ക് എന്താണ്, ഇതിൽ സെപ്പറേറ്റ് കാറ്റഗറീസോ അല്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. സോ ഒരു സിംഗിൾ അറേയാണ്, വാല്യൂസൊക്കെ സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അതൊരു 1 ഡയമെൻഷണൽ അറേ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഈ ഡയമെൻഷൻ ചെക്ക് ചെയ്യുന്നതൊക്കെ പറയാം കേട്ടോ. ജസ്റ്റ് ബേസിക് ആയിട്ട് മൾട്ടി ഡയമെൻഷണൽ അറേസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, നംപൈ എന്ന് പറയുന്ന ലൈബ്രറീസ്. അല്ലെങ്കിൽ അറേ ആയിട്ട് എന്താണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അറേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് നംപൈ എന്ന് പറയുന്നത്. NP ഡോട്ട് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിൻ്റെ ബ്രാക്കറ്റ്സിൽ നമ്മൾ ലിസ്റ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ ഡിക്ഷണറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ടപ്പിൾ നമുക്ക് പാസ് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 1 ഡയമെൻഷണൽ അറേ ആണ് ക്രിയേറ്റ് ചെയ്തത്. 1 ഡയമെൻഷൻ വരുമ്പോൾ ഇവിടെ സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണുള്ളത്. സോ അതൊരു 1 ഡയമെൻഷണൽ അറേ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് 2 ഡയമെൻഷണൽ അറേ ഒന്ന് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ കേട്ടോ. 2D അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ അതിന് വേണ്ടിയിട്ട്
മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ കൊടുക്കുവാണ്. മാറ്റ് ഈക്വൽ ടു np ഡോട്ട് എന്താണ് അറേ ദെൻ ബ്രാക്കറ്റിൽ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് വേണം. ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂസ് പാസ് ചെയ്യണ്ടേ. ഒരു ക്ലോസിങ്ങും ഒരു ക്ലോസിങ്ങും ഓപ്പണിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്, ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം, വാല്യൂസ് കൊടുക്കാം. 1,2 ഈ രണ്ട് വാല്യൂസ് ആണ് ഫസ്റ്റത്തെ അറേ എലമെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഇവിടെ 3,4. ഓക്കെ, സോ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഡയമെൻഷനിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ എന്താണ് നെക്സ്റ്റ് ഇതിലായിട്ടാണ് വന്നത്. ഓരോ ഐറ്റത്തിന് 1 by 1 ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. സോ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് 2 ഡയമെൻഷണൽ അറേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളൊരു 1 ഡയമെൻഷണൽ അറേയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 2 ഡയമെൻഷണൽ അറേയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ അറേ വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് മീൻ കണ്ടുനോക്കാം. അതായത് ഈ വാല്യൂസിൻ്റെ ഒക്കെ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മീനിൻ്റെ ഇക്വേഷൻ എന്താ? നോർമലി കുറച്ച് നമ്പേഴ്സ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഹലോ, മീൻ കുറച്ച് ഒരു 10 നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? ആവറേജ് അല്ലേ? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പേഴ്സ് അല്ലേ? സോ അതിന് പകരം ആ ഒരു ഇക്വേഷൻ കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുവാണ്, ഡോട്ട് മീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് നമ്പയിലുണ്ട്. സോ അറേന്റെ മീൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മീൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. സോ നമുക്കത് പ്രിന്റിലൊന്ന് കൊടുത്തു നോക്കാം. സോ പ്രിന്റ് ബ്രാക്കറ്റിൽ np ഡോട്ട് മീൻ കൊടുക്കുക. മീനിന്റെ ബ്രാക്കറ്റിൽ എന്ത് പാസ് ചെയ്യണം, നമ്മുടെ അറേന്റെ നെയിം, നമ്മുടെ ഫസ്റ്റത്തെ അറേയാണ് പാസ് ചെയ്യുന്നത്. സോ ARR കൊടുക്കുന്നുണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മൾ മീനിന്റെ ബ്രാക്കറ്റ് മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ, പ്രിന്റിന്റെ ബ്രാക്കറ്റും കൂടി ഫംഗ്ഷൻ ബ്രാക്കറ്റും കൂടി ക്ലോസ് ചെയ്യാനുണ്ട്. സോ നമ്മൾ ക്ലോസ് ചെയ്തു. എന്താണ് 2.0 നമ്മളിവിടെ കൊടുത്തത് ഇൻഡിവിജ്വൽ വാല്യൂ ആയിരുന്നു. ബട്ട് മീൻ കാണുന്നതുകൊണ്ട്, ഡിവിഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരുന്നു, ഫ്ലോട്ടിംഗ് വാല്യൂ ആയിട്ടാണ് വന്നത്. സോ 2.0 ഒരു പോയിന്റ് വാല്യൂ ആണ്. സോ ഒരു ഫ്ലോട്ട് ടൈപ്പ് ആയിട്ടാണ് വന്നത്. സോ നമുക്ക് ഒരു അറേൻ്റെ 1 ഡയമെൻഷണൽ അറേൻ്റെ ഒക്കെ മീൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഡയറക്ട്ലി NumPyലുണ്ട്. സോ np ഡോട്ട് മീൻ ബ്രാക്കറ്റിൽ അറേൻ്റെ നെയിം കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു മീൻ കിട്ടും. നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് വേറെ പർപ്പസിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു വേരിയബിളിൻ്റെ നെയിമിൽ കൊടുത്താൽ മതി. np ഡോട്ട് മീൻ ഓഫ് ARR നമ്മൾ ആ ഒരു അറേ നെയിം കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്താൽ എക്സിൽ ആ വാല്യൂ വരും. സോ ജസ്റ്റ് എക്സ് മാത്രമാണ് പ്രിന്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ ഉള്ളിൽ ആ ഒരു വാല്യൂ വരും. സോ np ഡോട്ട് ഫ്ലോട്ട് ഓഫ് 2.0 അതായത് ആ ഫ്ലോട്ട് വാല്യൂ ആയിട്ടാണ് നമുക്ക് എന്ത് വന്നത്, ആ ഒരു വാല്യൂ കിട്ടിയിരിക്കുന്നത്, മീനിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. മീൻ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ അറിയാവുന്നതല്ലേ, ഈ നമ്പേഴ്സിനെ ഫുൾ ആഡ് ചെയ്യും. സോ 1 + 2 + 3 അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും, 6 വരും. ബൈ ഇതിൻ്റെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളൊരു കൗണ്ട് ബൈ 3 വരും. സോ 6/3 2 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ഈ മീൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, സ്ക്വയർ എങ്ങനെയാ, x into x. നമ്മളൊരു വാല്യൂ നമ്പർ എടുക്കുവാണ്, എക്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ x into x. സോ ആ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഒരു അറേൻ്റെ സ്ക്വയർ എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് എന്തായിരിക്കും, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് ബ്രാക്കറ്റിൽ np ഡോട്ട് സ്ക്വയർ റൂട്ടിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് SQRT ആണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, നമ്മുടെ അറേൻ്റെ നെയിം കൊടുക്കുക, ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യാം. നോക്കാം എന്താണ് വന്നത്, 1. ഇവിടെ എങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഓരോ വാല്യൂവിൻ്റെയും സ്ക്വയർ റൂട്ട് ആയിരിക്കും. 1ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും വരുന്നത്.
ഇതുപോലെ 2ന്റെ സ്ക്വയർ റൂട്ട് 1.4 അങ്ങനെ പോയിന്റ് വാല്യൂ ആയിരിക്കും വരുന്നത്. ദെൻ 3ന്റെ സ്ക്വയർ റൂട്ട്, ഓരോ ഐറ്റത്തിന്റെ സ്ക്വയർ റൂട്ട് ആയിട്ടായിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ദെൻ അതിന്റെ നേരെ റിവേഴ്സ് ആണ് എന്ത്, സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. സോ 4ന്റെ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ 2 വരും, ഇപ്പം 9ന്റെ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ 3, അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ വേറെ വാല്യൂസ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. സോ ഇതൊക്കെയാണ് ഒരു ബേസിക് നംപൈൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നംപൈലത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, നംപൈ നമ്മൾ പറഞ്ഞു അറേസുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞായിരുന്നു. ഒരു പവർഫുൾ ഡാറ്റ സ്ട്രക്ചർ ആണ് എന്താണ് നംപൈ എന്ന് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. സോ നമുക്ക് ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റാനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, മൾട്ടി ഡയമെൻഷൻ ഡാറ്റയൊക്കെ ആയിട്ട്. സെയിം ഡാറ്റ ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ എലമെന്റ്സ്, മൾട്ടി ഡയമെൻഷനിൽ, അതായത് 2 ഡയമെൻഷനിലോ 3യോ 3 ഡയമെൻഷനിലോ 4 ഡയമെൻഷനിലോ ആയിട്ടുള്ള അറേസിനെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പൈത്തൺ ലിസ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട്, നംപൈനെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു എൻ്റയർ സെൽ അല്ലെങ്കിൽ എൻ്റയർ ഫയലിൽ നമുക്ക് ഇനി നംപൈനെ സെപ്പറേറ്റ്ലി ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഫസ്റ്റ് സെല്ലൊന്ന് റൺ ചെയ്താൽ മതി. നമുക്ക് നംപൈ NP ആയിട്ട് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ നമ്മൾ 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തു, 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തു. ഇത് 1 ഡയമെൻഷണൽ, ഇത് 2 ഡയമെൻഷണൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3 ഡയമെൻഷനും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പറേഷൻസിലേക്കൊക്കെ പോവാം. സോ 3 ഡയമെൻഷണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ARR3 എന്ന് പറയുന്ന വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അറേ np.array ബ്രാക്കറ്റിൽ 3 ഡയമെൻഷനിൽ ആകുമ്പോൾ 3 സ്ക്വയർ ബ്രാക്കറ്റ്സ് വേണം. സോ വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ് 1,2, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ എന്താണ് വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്, 3,4, ദെൻ എന്താണ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്യുന്നുണ്ട്, കോമ, നെക്സ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടി, 2 സ്ക്വയർ ബ്രാക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ 5,6 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്, കോമ, സ്ക്വയർ ബ്രാക്കറ്റ്സ് 7,8 കൊടുത്തിട്ടുണ്ട്. ദെൻ 3 ക്ലോസിങ് വേണം, ദെൻ അറൗണ്ട് ബ്രാക്കറ്റിൻ്റെ ക്ലോസിങ് കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളൊരു 3 ഡയമെൻഷണൽ ഡാറ്റയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 3 സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഈ ലാസ്റ്റത്തെ സ്ക്വയർ ബ്രാക്കറ്റ് ബിഗിനിങ്ങിലും എൻഡിങ്ങിലുള്ള സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ കൗണ്ട് എടുത്താൽ ആ അറേ എത്ര ഡയമെൻഷനാണെന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിൻറ്റ് ARR3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, റൺ ചെയ്യുക. കൺട്രോൾ എൻ്റെ ഷോർട്ട് കട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെല്ലിന് ഒന്നുകൂടെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഉണ്ടോ നമ്പർ ചേഞ്ച് ആവുന്നത് കാണാം. സോ നമ്മൾ റൺ ചെയ്യുന്നതിൻ്റെ ഓർഡർ നമുക്ക് അവിടെ കിട്ടും. ദെൻ ഇതും അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു സെല്ലിനൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ റണ്ണിൽ ഉണ്ടോ റൺ സെലക്ട് സെല്ലുണ്ട്, റൺ ഇൻസേർട്ട് പുതിയൊരു സെല്ലിനെ ഇൻസേർട്ട് ചെയ്തതിൽ റൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എബോവ് ഉള്ള എല്ലാ സെല്ലും റൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. എല്ലാ സെൽസും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൺ ഓൾ സെൽസ് എന്നുള്ള ഓപ്ഷനും നമുക്ക് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. സോ ഞാനിതാണ് കൊടുത്തത്. സോ നമ്മൾ ആ ഒരു അറേനെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷനിലായിട്ടായിരിക്കും വാല്യൂസ് നമ്മൾ കൊടുക്കുന്നത്. സോ 2 ഡയമെൻഷനായിട്ടും അതിൻ്റെ ഉള്ളിൽ 1 ഡയമെൻഷനിലായിട്ട് നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ജസ്റ്റ് സാമ്പിളായിട്ട് കണ്ടാൽ മതി. ഇത് 1 ഡയമെൻഷണൽ അറേ, സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉള്ളത്. ഇത് 2 ഡയമെൻഷണൽ അറേ, ഇവിടെ വരുമ്പോൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് വരും. സോ ഇന്നർ വാല്യൂസ് ഇത് പൊസിഷൻ 0 ആയിട്ടും ഇത് പൊസിഷൻ 1 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് 2 ഡയമെൻഷണൽ അറേൻ്റെ. ദെൻ ഈ 1 നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ 1 0 പൊസിഷനിലത്തെ 1 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളിതിനെ കോൾ ചെയ്യുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ 3 ഡയമെൻഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് 1 ഡയമെൻഷനായിട്ട് 2 ഡയമെൻഷനായിട്ടായിരിക്കും വാല്യൂസ് കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിൽ വാല്യൂസ് നമ്മൾ സെപ്പറേറ്റ്ലി കൊടുക്കുന്നുണ്ട്. ഈ വാല്യൂസിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. സോ ജസ്റ്റ് എന്ത് ചെയ്യുവാണ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അറേ 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക് കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്കിപ്പോൾ ഒരു സീറോസ് വെച്ചിട്ടുള്ള ഒരു 2x3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നോക്കാം. വെറൈറ്റി ആയിട്ടുള്ള മെട്രിക്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം.
സീറോസ് മാത്രമുള്ള മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ഞാൻ ഇസഡ് ഈക്വൽ ടു പറഞ്ഞിട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇസഡ് ഈക്വൽ ടു എൻ പി ഡോട്ട് സീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. സീറോസ് ബ്രാക്കറ്റ് കൊടുക്കുക, ഒരു ബ്രാക്കറ്റ് കൂടി കൊടുക്കുക, അതിൻ്റെ ക്ലോസിങ് കൂടി കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുക്കുക, നമുക്ക് എത്ര ഡയമെൻഷനൽ ഉള്ള അറയാണ്. ഇപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 റോസും ഒരു കോളംസും ഉള്ള ഒരു അറയാണ്. അതേപോലെ എത്ര ഡയമെൻഷനൽ ഉള്ള, എത്ര റോസും കോളംസും ഉള്ള അറയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കൊടുക്കുന്നത് 2,3 ആണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഇസഡ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ലൂസ് ചെയ്യുക, ജസ്റ്റ് എസ് എൽ എന്ന് കൊടുക്കുക. എന്താണ്, നമുക്ക് സീറോസ് മാത്രമായിട്ടുള്ള ഒരു അറേനെ, 2 ഡയമെൻഷണൽ അറേനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 2/3 ആണ്. 1 ഡയമെൻഷണൽ ആണെങ്കിൽ എന്താണ്, സിംഗിൾ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇത് 2 ഡയമെൻഷണൽ അറേ ആണ്. സോ സീറോസ് മാത്രമായിട്ടുള്ള ജസ്റ്റ് ഡമ്മി ആയിട്ട് നമുക്ക് ഒരു അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതേമാതിരി ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്തേ, ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, ഡോട്ട് സീറോസ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുത്താൽ മതി. ക്ലിയർ ഒന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഓക്കെ ഓക്കെ. സോ സീറോസ് മാത്രമായിട്ടുള്ള ഒരു അറേനെ നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺസ് മാത്രമുള്ള ഒരു അറേനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വേരിയബിൾ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, അല്ലാതെയും നമുക്ക് ചെയ്യാം. ജസ്റ്റ് ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളൂ. y ഈക്വൽ ടു എന്ത് കൊടുക്കുവാണ്, നമ്പൈ അറേൻ്റെ നെയിം എൻ പി ഡോട്ട് വൺസ് മാത്രമുള്ളതാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വൺസ് ഓഫ് ഒരു ബ്രാക്കറ്റും കൂടി കൊടുക്കുക, ദെൻ അതിൻ്റെ ക്ലോസിങ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ 3,2 കൊടുത്തു, അപ്പോൾ 3 റോസും 2 കോളംസും ആയിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ബ്രാക്കറ്റിൽ y കൊടുക്കുന്നുണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, റൺ ചെയ്യുക. എന്ത് വന്നു, 3 റോസും 2 കോളംസും ഉള്ള വൺസ് മാത്രമുള്ള ഒരു അറേയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ സീറോസ് മാത്രമുള്ള അറേ ക്രിയേറ്റ് ചെയ്തു, വൺസ് മാത്രമുള്ള അറേസിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 3 കൊടുക്കുകയാണെങ്കിൽ 3/3 മെട്രിക്സ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് വരുന്നതെന്ന്. വേരിയബിൾ കൊടുക്കാൻ മറന്നുപോയി. സോ എക്സ് ഈക്വൽ ടു എൻ പി ഡോട്ട് ഐ എന്ന് പറയുന്ന മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ഐ ഓഫ് ജസ്റ്റ് 3 കൊടുക്കുന്നുണ്ട്. എന്താണ് ഔട്ട്പുട്ട് എന്ന് നമുക്ക് നോക്കാം. സോ പ്രിന്റ് ഓഫ് റൺ ചെയ്യാം. എന്താ വന്നേ, സോ ഡയഗണലി 1ഉം ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ 0 ആയിട്ടാണ് വന്നത്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ 3/3 ആയിരിക്കും നമ്മുടെ റോസിൻ്റെയും കോളംസിൻ്റെയും കൗണ്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇത് 4 ആകുവാണെങ്കിൽ എന്തായിരിക്കും ഡിഫറെൻറ്റ് വരുന്നത്, ചെക്ക് ചെയ്ത് നോക്കാം. 4 കൊടുക്കുക, സെൽ നമ്പർ റൺ ചെയ്യാം. സോ ഡയഗണലി 1 തന്നെയായിരിക്കും വരുന്നത്. ദെൻ ബാക്കി സ്പേസ് ഫുള്ള് സീറോസ് കൊണ്ട് ഫിൽഡ് ആയിരിക്കും. ഓക്കെ, സോ ഐ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഓക്കെ, ഞാൻ വേറൊരു ഇതും കൂടി കാണിച്ചു തരാം. ഈക്വൽസ് എന്താണ്, അറേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടിയുണ്ട്. സോ അറേഞ്ച് ഓഫ് അറേഞ്ച് ചെയ്യാൻ പോവാണ്. 0,0 വേണം, 10,2 സ്റ്റോപ്പ് ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. പ്രിന്റ് W കൊടുക്കുന്നുണ്ട്. പക്ഷെ നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. നമ്പൈ ഹാസ് ഓക്കെ 6 കൂടിപ്പോയിട്ടുണ്ട് അറേഞ്ച്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അത് 2 വീതം കൂടി പോയി 10 വരെ ഉള്ളതില് 0 കഴിഞ്ഞ കൂടി 2 വെച്ച് കൂടി പോയി. 0 to 10 സീക്വൻസ് 2 ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. സ്റ്റാർട്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എൻഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് സ്റ്റോപ്പ് 10ന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യണം. 10 ഇൻക്ലൂഡ് ചെയ്യണ്ട, ബട്ട് 10ന് മുമ്പായിട്ട് സ്റ്റോപ്പ് ചെയ്യണം.
ഇൻക്രിമെന്റ് ചെയ്യുന്നത് 2 വെച്ചിട്ടാണ്. അതാണ് എന്ത് റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന 1 ഡയമെൻഷണൽ അറേ ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. സോ സ്റ്റാർട്ടിങ് ഫ്രം 0 ടിൽ 10, ബട്ട് 10നെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്യുവാണ്. ദെൻ സീക്വൻസ് എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലൈൻ സ്പേസ് ഉണ്ട്. സോ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഈക്വൽ ടു np ഡോട്ട് ലൈൻ സ്പേസ് എന്ന് പറയുന്ന LINSPACE. ഇതിൽ സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ചില മെത്തേഡ്സിൻ്റെ നെയിംസ് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. സോ അത് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. സോ 1, 10, 5 ആണ് കൊടുക്കുന്നത്. ഇതിനെന്താണ് ഡിഫറൻസ് നോക്കാം. പ്രിന്റ് ബി. ഇതിലെന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? Any guesses? Yes. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു നോക്കി എന്തായിരിക്കും. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലൈൻ സ്പേസ് കൂടിപ്പോവാണോ? എന്തായിരുന്നു? 2.25 കൂടിപ്പോവാണോ? 2.25 ആണോ? 1.2. അതായത് ഇതില് നമ്മളെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് 1 ആണ്, 1 തൊട്ട് 10 വരെ എൻഡിങ് ഇൻക്ലൂഡിങ് 10 ഇൻക്ലൂഡ് ചെയ്തിട്ട് 10 വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് 10നടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു 5 ഇവൻലി സ്പേസ്ഡ് ആയിട്ടുള്ള വാല്യൂസിനെ ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കൊടുത്താണിത്. ഓക്കെ, പോയിന്റ് വാല്യൂസ് ആയിരിക്കാം മേ ബി വരുന്നത്. സോ അങ്ങനെ ഇവൻലി ഏതെങ്കിലും കുറച്ച് നമ്പേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മെയിൻലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വിഷ്വലൈസേഷൻ്റെ കേസസിലൊക്കെ നമുക്ക് പ്ലോട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അതായത് ഗ്രാഫൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വൃത്തിക്കൊരു ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് റാൻഡം ആയിട്ടൊരു 5 നമ്പേഴ്സിനെ പോയിന്റ് വാല്യൂസ് 10 വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. 1 തൊട്ട് 10 വരെ ഉള്ളതിൽ ജസ്റ്റ് ടോട്ടൽ ഒരു 5 വാല്യൂസിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തത്. ഓക്കെ, സോ ലൈൻ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി വൃത്തിക്കൊക്കെ കിട്ടണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡമ്മി വാല്യൂസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇവൻലി സ്പേസ്ഡ് ആയിട്ടുള്ള പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. വിഷ്വലൈസേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഡമ്മി ഡാറ്റ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതായത് 3 ഡയമെൻഷണൽ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ഡയമെൻഷനാലിറ്റി ഉള്ള അറേസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ദെൻ എന്താണ് മീൻ ചെയ്തു നോക്കിയിരുന്നു. മീൻ എന്ന് പറയുമ്പോൾ ഒരു അറേൻ്റെ കംപ്ലീറ്റ് എലമെൻസിൻ്റെ മീൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ സ്ക്വയർ റൂട്ട് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മീൻ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. സോ np ഡോട്ട് മീൻ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് എന്താണ് ഒരു അറേൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് SQRT എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തതായിരുന്നു SQRT എന്ന് പറഞ്ഞ മെത്തേഡ്. ദെൻ നമുക്ക് സീറോസ് മാത്രമുള്ള ഒരു അറേനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയമെൻഷനാലിറ്റി നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സീറോസ് മാത്രമുള്ള ഒരു അറേനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീറോസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിരുന്നു. ദെൻ വൺസ് മാത്രമുള്ള മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺസ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം I എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഡയഗണലി 1 വരുന്ന ബാക്കി റിമൈനിങ് പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ്ലി സീറോ. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും ഇങ്ങനത്തെ മെട്രിക്സിനെ. സോ അങ്ങനത്തെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് I എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അറേഞ്ച് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. സോ നമ്മളൊരു സ്റ്റാർട്ടിങ് പൊസിഷനും എൻഡിങ് പൊസിഷനും കൊടുക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു കറസ്പോണ്ടിങ് സീക്വൻസിൽ നമുക്ക് വാല്യൂസിനെ കിട്ടാൻ വേണ്ടിയിട്ട്. സോ
അറേഞ്ചിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന ആ ഒരു വാല്യൂ എൻഡിങ് പൊസിഷനിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൈൻ സ്പേസ് ആയിരുന്നു. ഇവൺലി സ്പേസ്ഡ് ആയിട്ടുള്ള വാല്യൂസിനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സോ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറേക്ക് പോവാം. സോ ഇപ്പോൾ ഇത്രയും നമ്മൾ ക്രിയേഷൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. ഇനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അറേൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാം. അറേ ഈക്വൽ ടു np ഡോട്ട് അറേ കൊടുത്തിട്ടുണ്ട്. ദെൻ റൗണ്ട് ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് 2 കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ 2 ഡയമെൻഷണൽ അറേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 2 അറേ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ക്ലോസിങ് പ്രോപ്പറായിട്ട് കൊടുത്തു. ഇവിടെ ഒരു കോമ വേണം. സോ ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുക്കുവാണ്. അതിൽ 1, 2, 3 കൊടുക്കുന്നുണ്ട്. ദെൻ അപ്പുറത്തേൽ 4, 5, 6 കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഈ ഒരു സെല്ലിനെ റൺ ചെയ്യാം. ദെൻ നെക്സ്റ്റ് സെല്ലിൽ അപ്പോൾ അറേ എന്ന് പറയുന്ന ARR എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാം. ഷേപ്പ് എന്ന് പറയുമ്പോൾ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ ഷേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ബ്രാക്കറ്റിൽ അറേൻ്റെ നെയിം ഡോട്ട് ഷേപ്പ് കൊടുക്കാം. ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. എന്താണ് 2/3 മെട്രിക്സ് ആണ്. അതായത് 2 റോസും 3 കോളംസും. കറക്റ്റ് അല്ലേ? സോ ഇതൊരു റോ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് നെക്സ്റ്റ് സെക്കൻഡ് റോ ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ വാല്യൂസ് എന്ന് പറയുന്നത് 3 കോളംസ് ആണ് വരുന്നത്. സോ 2 റോസും 3 കോളംസും ആണ് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ഷേപ്പിൻ്റെ കേസിൽ. ഇനി ഡയമെൻഷൻ, എത്ര ഡയമെൻഷനുള്ള അറേയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സോ പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് ARR ഡോട്ട് n ഡൈം കൊടുക്കും. അതായത് n ഡയമെൻഷൻ, എത്ര ഡയമെൻഷൻ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണത്. ദെൻ ആ ഒരു സെല്ല് വർക്ക് ചെയ്യിച്ചാൽ ഇത് 2 ഡയമെൻഷണൽ അറേയാണ്. കാണാമല്ലോ, ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു 2 ഡയമെൻഷണൽ അറേയാണ്. സോ നമുക്കത് വിസിബിൾ ആണ്. സോ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്താൽ മതി, 2 സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുക, അതിൽ വാല്യൂസ് പാസ് ചെയ്യുക. ദെൻ ഡയമെൻഷനാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് n ഡൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൈസ്, എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ടോട്ടൽ എലമെൻറ്റ്സിൻ്റെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈസ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ പ്രിൻ്റിൽ ബ്രാക്കറ്റ് കൊടുക്കുക, അറേൻ്റെ നെയിം ഡോട്ട് സൈസ് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, റൺ ചെയ്യുക. 6 എലമെൻറ്റ്സ് ആണുള്ളത് അല്ലേ. ടോട്ടൽ എലമെൻറ്റ്സിൻ്റെ കൗണ്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. 1, 2, 3, 4, 5, 6 6 എലമെൻറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. സോ എലമെൻറ്റ്സിൻ്റെ കൗണ്ട് ആയിരിക്കും എടുക്കുന്നത്. ഇനി ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് പ്രിൻ്റിൽ അറേൻ്റെ നെയിം ഡോട്ട് ഡി ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ ഡി ടൈപ്പ് കൊടുക്കുക, റൺ ചെയ്യാം. എന്താണ് ഇൻറ്റ് 64 ആണ് വരുന്നത്. സോ 64 ബിറ്റ് ആണ് മെമ്മറി. ഇൻറ്റീജർ തന്നെ 64 ബിറ്റിൻ്റെ മെമ്മറി സ്പേസ് ഉള്ള ഇൻറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഒരു അറേനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും, എത്ര ഡയമെൻഷനുള്ള അറേയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതേപോലെ സൈസ്, ഡാറ്റ ടൈപ്പ് ഒക്കെ നമുക്ക് അതേപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് പറയട്ടെ. ഇത് ക്ലിയർ ആണോ? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ ഇപ്പോൾ പറഞ്ഞതിൽ? ഇല്ല. ഇല്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഓക്കെ, നമുക്ക് ഈ അറേ തന്നെ ചൂസ് ചെയ്യാം. എന്നിട്ട് ഇൻഡെക്സ് പൊസിഷൻസ്, എലമെൻറ്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. അതായത് ഈ ഓരോ പൊസിഷനിലുള്ള വാല്യൂസിനെ ഇൻഡിവിജ്വലി എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് ചെയ്ത് കിട്ടണമല്ലോ. സോ പ്രിൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, അറേൻ്റെ നെയിം കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ആ ഒരു ഇൻഡെക്സ് പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. എങ്ങനെയാണ്, 0 കൊടുക്കാം. 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, പ്രിൻ്റ് ചെയ്ത് വരുന്നത്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ ഈ സെറ്റ് ഫുള്ള് 0ൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 0 ആണ് വരുന്നത്. ഈ ഒരു സെറ്റ് ഫുള്ള് ഇൻഡെക്സ് പൊസിഷൻ 1 ആയിരിക്കും വരുന്നത്. സോ അറേൻ്റെ എലമെൻറ്റ്സിനെ കൗണ്ട് ചെയ്യുന്നത് ആ ഒരു കോമ സെപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ്. ഫസ്റ്റത്തെ കോമ വരുന്ന ഇവിടെയല്ലേ. സോ ഫസ്റ്റത്തെ എലമെൻറ്റ് 0 ആയിട്ടും സെക്കൻഡ് എലമെൻറ്റ് 1 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ 0 തന്നെ കൊടുക്കുവാണ്. സോറി, ഓക്കെ, ഇത് റൺ ചെയ്യുവാണ്. സോ 1, 2, 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡ് പൊസിഷനിലെ വാല്യൂ കിട്ടണം. സോ അതിനെങ്ങനെ കൊടുക്കാൻ പറ്റും, അതായത് 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടണം. സോ ഇൻഡെക്സ് പൊസിഷൻ വരിക എന്തായിരിക്കും,
0 1 ആയിരിക്കും വരുന്നത്. സോ നമുക്കൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് നോക്കാം. 1 കൊടുത്ത് നോക്കാം. ദെൻ അതൊന്ന് റൺ ചെയ്ത് നോക്കാം. 2 കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾ 3 ആണ് കൊടുക്കുന്നതെങ്കിലോ എറർ വരും. കാരണം 0 1 2 വരെ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ വരുള്ളൂ, 3 വരില്ല. സോ ഇൻഡെക്സ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള എറർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇവിടെ 2 കൊടുത്ത് നോക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ 0 1 2, സെക്കൻഡ് പൊസിഷനിലുള്ള 3 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതിന് തന്നെ നമുക്ക് വേറൊരു രീതിക്കും ചെയ്യാം. ഇനിയിപ്പോൾ പ്രിന്റ് ബ്രാക്കറ്റിൽ അറേൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, സെയിം തന്നെ 0 2 എന്ന് പറഞ്ഞു കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും, ആ 3 എന്നുള്ള വാല്യൂ ഔട്ട്പുട്ട് കിട്ടും. പ്രിന്റിൻ്റെ സ്പെല്ലിങ് ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ഈ സെല്ലൊന്ന് റൺ ചെയ്ത് നോക്കാം. സെയിം 3 തന്നെ നമുക്ക് കിട്ടും. ഇതും സെയിം ആണ്. ഈ 2 സെല്ല് കൊടുത്ത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, സോ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. ഇനി നമുക്ക് സ്ലൈസിങ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ലിസ്റ്റ് ഒക്കെ പഠിച്ചപ്പോൾ സ്ലൈസിങ് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ ലിസ്റ്റ് പഠിച്ചപ്പോൾ സ്ലൈസിങ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? എന്താണ് സ്ലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഡാറ്റയിൽ നിന്ന് വേണ്ട ഡാറ്റാസ് മാത്രം സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിലെ കുറച്ച് പോർഷൻസ് മാത്രം സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? സോ നമുക്കും ഇവിടെ സ്ലൈസിങ് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു അറേ വേണം. സോ ഞാൻ ഒരു പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. ARR ഈക്വൽസ് പുതിയൊരു അറേ കൊടുക്കുവാണ്. NP ഡോട്ട് അറേ ബ്രാക്കറ്റിൽ ഒരു 2 ഡയമെൻഷണൽ അറേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 10, 20, 30 അതൊരു സെക്ഷൻ, ദെൻ ഇവിടെ 40, 50, 60 കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുന്നത്. ദെൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ്, നമുക്ക് സ്ലൈസിങ് ഇതൊന്ന് റൺ ചെയ്യാം. സോ നെക്സ്റ്റ് സെല്ലിൽ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ പ്രിന്റിൽ നമ്മൾ ലിസ്റ്റിൽ സ്ലൈസിങ് കൊടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ബ്രാക്കറ്റിൽ അറേ നെയിം കൊടുക്കുക, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. കാണിച്ചു തരാം. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് കോളൻ ആണ്, 1 കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? പൊസിഷൻ 1 വരെയുള്ളത് പ്രിന്റ് ആയി കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. പൊസിഷൻ 1 വരെ ഉള്ളതാണോ വന്നത്? എന്താ സംഭവിച്ചത്? പൊസിഷൻ 1-ലുള്ളത് 2, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന 2 റോയിലെയും ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂസിനെ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലൈസിങ് യൂസ് ചെയ്തത്. ഓക്കെ, സോ എൻറ്റയർ അറേനെ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കോളനും കൊടുത്തിട്ടുണ്ട്. 1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള വാല്യൂസിനെ മാത്രമാണ് നമ്മളിവിടെ ഫിൽട്ടർ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു പ്രിന്റും കൂടെ കൊടുക്കാം. വേറെ രീതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അറേ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. എന്താണ് 0, 2 കൊടുക്കുമെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എന്തായിരിക്കും? 0-ഉം 20 ആണ് വന്നത്. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് 2 എലമെന്റ്സ് ആയിരിക്കും ഇവിടെ എടുക്കുന്നത് അല്ലേ? വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് ശ്രദ്ധിക്കുക. ഇവിടെ കോളനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻറ്റയർ അറേനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇവിടെ 1 കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഇൻഡെക്സ് പൊസിഷനിലെ വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ 20-യും 50-യും കിട്ടിയതുപോലെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലെ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ റിവേഴ്സ് ആയിട്ട് കൊടുക്കുവാണ്. ഇവിടെ 0 ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു ഫസ്റ്റ് പോർഷൻ ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ കോളൻ 2 കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും
2 വരെ ഉള്ളത് കോളന് മുമ്പുള്ള എല്ലാ വാല്യൂസ് ഉണ്ടാവും ടിൽ ഇൻഡെക്സ് പൊസിഷൻ 2 ഇൻക്ലൂഡ് ചെയ്യില്ല, അതിന് മുമ്പുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് ഓക്കെ ആണോ? സ്ലൈസിങ് അതെ. ഓക്കെ. ദെൻ നമുക്ക് വേണമെങ്കിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. സോ ഒരു സിമ്പിളായിട്ട് 2 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് np അറേ കൊടുക്കുക. ദെൻ നമ്മൾ നേരത്തെ കൊടുത്ത വാല്യൂസ് തന്നെ ചൂസ് ചെയ്യാം. ജസ്റ്റ് ബ്രാക്കറ്റ്സിൽ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട് 1, 2, 3. ദെൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ ബി ക്രിയേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് അറേ np അറേ കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ 4, 5, 6 കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ 2 അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ക്രിയേറ്റ് ചെയ്തത് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊന്ന് റൺ ചെയ്യുവാണ്. നെക്സ്റ്റ് സെല്ലിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എന്താണ് പ്രിന്റ് a+b ഞാൻ ചെയ്ത് നോക്കാം എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആണ് കേട്ടോ, എലമെന്റ്സിന്റെ കൗണ്ട് സെയിം ആണ്. സോ നമുക്ക് ഓപ്പറേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈസിയാണ്. സോ 1 + 4 5 ഇവിടെ വന്നിട്ടുണ്ട്, 2 + 5 7 വന്നിട്ടുണ്ട്, 3 + 6 9 ആണ് നമ്മുടെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേഷൻ പ്ലസ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് വേറൊരു മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് എ സ്റ്റാർ ആണ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ. സോ A*B ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സെല്ലിന് റൺ ചെയ്യിപ്പിക്കാം. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നടന്നിരിക്കുന്നത്. 1 × 4 4 വന്നിട്ടുണ്ട്, 2 × 5 10 വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 3 × 6 18 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ സ്റ്റാർ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഡബിൾ സ്റ്റാറിന്റെ പർപ്പസ് എന്താ? 2 സ്റ്റാർ ആസ്ട്രിക് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? സ്ക്വയർ ആണോ ഡബിൾ സ്റ്റാർ? അതായത് പവർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. റേസ് ടു നമുക്ക് വേറെ പവർ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഫസ്റ്റത്തെ സെല്ല് മാത്രമാണ് ചൂസ് ചെയ്യുന്നത്. സോ അതിന്റെ പവർ കാണാൻ വേണ്ടിയിട്ട് 2 കൊടുക്കുന്നുണ്ട്. ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ 2ന് പകരം 3 കൊടുത്താൽ മതി. പക്ഷെ ഒന്ന് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ ഐറ്റംസിന്റെയും ആ ഒരു സെയിം നമ്പറോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. സോ 1 × 1 1 കിട്ടിയിട്ടുണ്ട്, 2 × 2 4, 3 × 3 9 കിട്ടിയിട്ടുണ്ട്. സോ എല്ലാത്തിൻ്റെയും സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് അറേയിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പോണൻസിയേഷൻ എന്ന് പറയും ഡബിൾ സ്റ്റാർ യൂസ് ചെയ്യുന്നതിന്. സോ ആ ഒരു പർപ്പസും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുള്ളതല്ലേ? നിങ്ങൾ SQL പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? ഏതൊക്കെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് വരുന്നത്? അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാ? SQL പഠിച്ചിട്ടുള്ളതല്ലേ? ഹലോ, അഗ്രിഗേഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹലോ, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ ഇല്ല, കുഴപ്പമില്ല, നമുക്ക് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കൊന്നുമില്ല. ഓക്കെ ഓക്കെ. സോ അഗ്രിഗേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മ്, മാക്സ്, മിനിമം വാല്യൂ, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് മിനിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്, അതേപോലെ മാക്സിമം വാല്യൂ, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു? മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ പഠിച്ചിരുന്നു. അതിനെ മൊത്തത്തിൽ പറയുന്നതാണ് എന്ത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ആ സെയിം ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഓൾറെഡി അറേ ഉണ്ട്. സോ ആ ഒരു അറേ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സോ ജസ്റ്റ് പ്രിന്റ് എന്ത് കൊടുക്കുവാണ്, np അറിയല്ല സം അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് np സം കൊടുക്കുന്നുണ്ട്. ARR ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. എന്താണ് എല്ലാത്തിൻ്റെയും സം എന്ന് പറയുന്നത് 210, അതായത് 210 ആയിരിക്കും. ഇത്രയും വാല്യൂസിൻ്റെ 10 + 20 + 30 + 40 + 50 + 60 എന്ന് പറയുന്നത്
210 ആയിരിക്കും വരുന്നത്. ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സമ്മ് പോലെ തന്നെ മീൻ ഉണ്ട്, മാക്സ് ഉണ്ട്, മിൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഇത് നെക്സ്റ്റ് ഡേക്ക് ഒന്ന് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇടാവോ? അഗ്രിഗേറ്റ് ഫങ്ഷൻസിന്റെ കംപ്ലീറ്റ് ചെയ്തത്. ഹലോ, കേട്ടില്ല. അതായത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ചെയ്തത് ഇപ്പോൾ നമ്മൾ അറേ വെച്ചിട്ട് ചെയ്തതുണ്ടല്ലോ, അതിന്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇടാവോ? നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ, സോ സമ്മ് നമ്മൾ പറഞ്ഞായിരുന്നു, മീൻ പറഞ്ഞായിരുന്നു, അതേപോലെ തന്നെ മാക്സ് ഉണ്ട്. അതായത് മീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നേരത്തെ നമ്മൾ ആവറേജ് കണ്ട ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. ഇനി അതിൽ കൊടുത്തതിൽ മാക്സിമം വാല്യൂ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ പ്രിന്റിന്റെ ഉള്ളിൽ np മാക്സ് കൊടുക്കുക, ബ്രാക്കറ്റ് ഇവിടെ സം ചെയ്തേക്കുന്നത് എന്തായിരുന്നു, ഇവിടെ സം ചെയ്തേക്കുന്ന ആ മെട്രിക്സിന്റെ ഫുൾ വാല്യൂ സം ആയേക്കുന്നതല്ലേ ആ NP ഡോട്ട് സം ചെയ്തേക്കുന്നേ? അതെ. ആ ഓക്കെ. ഓക്കെ, ദെൻ മാക്സിൽ വരുമ്പോൾ മാക്സിമം വാല്യൂ, അറേയിലുള്ള മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 60 ആണ് നമ്മൾ അതിൽ കൊടുത്ത ഏറ്റവും വലിയ വാല്യൂ. സോ 60 വന്നിട്ടുണ്ട്. അതേപോലെ മിനിമം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പ്രിന്റ് എന്താണ്, np ഡോട്ട് മിന്നു കൊടുക്കുക, ബ്രാക്കറ്റിൽ അറേൻ്റെ നെയിം കൊടുക്കുക, ജസ്റ്റ് റൺ ചെയ്ത് കൊടുക്കുക. 10 വന്നിട്ടുണ്ട് മിനിമം വാല്യൂ. റോ വൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്സിസ് ഈക്വൽ ടു 1 കൊടുത്താലും മതി. ഇവിടെ ഇതിപ്പോൾ നമുക്ക് 10 അല്ല കിട്ടിയിരിക്കുന്നത്. ഇനി കോമ എന്താണ്, ആക്സിസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റോയിൽ, ഒരു റോയിൽ മാത്രമല്ല, ഇവിടെ 2 റോ ഉണ്ടല്ലോ. സോ 2 റോയിലും വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്, മിനിമം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആക്സിസ് ഈക്വൽ ടു 1 കൊടുത്താൽ മതി. സെയിം വേ മാക്സിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് STD എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണുള്ളത്. സോ അതും കൂടി നമുക്ക് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ്സസ് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രിന്റ് np ഡോട്ട് std ബ്രാക്കറ്റിൽ നമ്മുടെ അറേൻ്റെ നെയിം കൊടുക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ നെക്സ്റ്റേക്ക് ഒന്ന് നോക്കി വെക്കാവോ? ഇതെങ്ങനെയാണ് ഈ നമ്പർ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നാളത്തേക്കൊന്ന് നോക്കി ചെയ്ത് വെക്കാം കേട്ടോ. ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ചെയ്ത് തന്നെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിടാം. നാളത്തേക്കുള്ള വർക്കാണ് കേട്ടോ പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള അഗ്രിഗേറ്റ് ഫങ്ഷൻ്റെ ഔട്ട്പുട്ട്, നിങ്ങൾ ചെയ്ത നിങ്ങളുടെ അറേൻ്റെ അഗ്രിഗേറ്റ് ഫങ്ഷൻസിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിലിടുക. ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. സോ നമ്മൾ ഇന്ന് അറേനെ പറ്റിയായിരുന്നു ഡീൽ ചെയ്തിരുന്നത്. സോ 1 ഡയമെൻഷണൽ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, 2 ഡയമെൻഷണൽ അറേ, അതേപോലെ തന്നെ 3 ഡയമെൻഷണൽ അറേയും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ നമ്പേഴ്സ്, സീറോസ് മാത്രമുള്ള അറേസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ എന്താണ്, വൺസ് മാത്രമുള്ള അറേ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി ഐഡന്റിറ്റി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അത് വെച്ചിട്ട് വൺ ഡയഗണലി വരുന്ന മെട്രിക്സിനെയാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ റേഞ്ച് യൂസ് ചെയ്തിട്ട് ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെ അറേ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ ലൈൻ സ്പേസ്, റാൻഡം ആയിട്ടൊരു 5 നമ്പേഴ്സ്, പോയിന്റ് വാല്യൂ ഉള്ള ഒരു നമ്പേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈൻ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഒരു അറേ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്, അതായത് എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഷേപ്പ് എന്ന് പറയുന്ന മെത്തേഡും, ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ndime എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷനാലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ സൈസ്, എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളൊരു കൗണ്ടാണ് സൈസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ദെൻ ആ അറേൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് d ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ദെൻ നമ്മൾ സ്ലൈസിങ് യൂസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടൊക്കെ വാല്യൂസ് നമ്മൾ എടുത്തായിരുന്നു. സോ സ്ലൈസിങ് ഒന്ന് റിവൈസ് ചെയ്യണം. ദെൻ നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് അഡീഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായി, മൾട്ടിപ്ലിക്കേഷൻ, ദെൻ എക്സ്പോണൻസിയേഷൻ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായി. ദെൻ ലാസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേഡ് ഫംഗ്ഷൻസും കൂടി ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിടുക കേട്ടോ. ഓക്കെ അല്ലേ? മാം ആക്സസ് യൂസ് ചെയ്തതെന്ന് പറയാം. ഏതായിരുന്നു ആക്സസ് യൂസ് ചെയ്തിട്ടാന്ന് വെച്ചാല് രണ്ട് റോസ് ആണ് നമ്മൾ ടോട്ടലി ഉള്ളത്. അപ്പൊ ആക്സസ് ഈക്വൽ ടു 1 യൂസ് ചെയ്തില്ലെങ്കിൽ എന്തായിരുന്നു നമ്മുടെ വന്നത്, ആ ടോട്ടൽ എലമെന്റ്സിലത്തെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഏറ്റവും ചെറിയ വാല്യൂ അല്ലേ. സോ ഇവിടെ കോമ
ആക്സിസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ റോയിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് റോയിൻ്റെ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരുന്നു. അതുപോലെ സെക്കൻഡ് റോയിൻ്റെയും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 40 ആണ് വരുന്നത്. ഇത് മാക്സിലും ഇതേപോലെ കോമ ആക്സിസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. സോ ഓരോ റോ വൈസ് ഉള്ള വാല്യൂസിനെ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. ജസ്റ്റ് നെക്സ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഇന്നത്തെ സെഷൻ ഇത്ര എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ചോദിക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു.